എല്ലാ കൂട്ടുകാർക്കും മെച്ചടെക്കിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു റെയിൻ അലാറം സിസ്റ്റം എങ്ങനെ വീട്ടിൽ നിർമ്മിക്കാമെന്നാണ്. അപ്പോൾ ഇതിനുവേണ്ടി ആവശ്യമുള്ളത് ₹1 ഒരു ചിപ്പ് മാത്രം ആവശ്യമുള്ളത്. അപ്പോൾ ഇത് വളരെ ഉപകാരമുള്ള ഒരു പ്രൊജക്റ്റാണ്. നമ്മുടെ വീട്ടിൽ മഴ പെയ്ത് തുടങ്ങുന്നതിന് മുമ്പേ നമുക്ക് ഇത് അറിയിച്ചു തരുന്നതാണ്. ഞാൻ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും വെള്ളമാക്കുമ്പോൾ അവിടെ LED ഗ്ലോ ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇതിൻ്റെ പകരം ഒരു ബസർ വെച്ചാൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ അറിയുന്നതാണ്. അപ്പോൾ ഈ പ്രൊജക്റ്റ് എങ്ങനെയാണ് നമുക്ക് നിർമ്മിക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ആവശ്യമുള്ളത് ഒരു BC 547 ട്രാൻസിസ്റ്റർ ആണ്. പിന്നെ നമുക്കൊരു ബാറ്ററി കണക്ടർ ആവശ്യമുണ്ട്, 9 വോൾട്ട് ബാറ്ററി കണക്ടർ. പിന്നെ നമുക്കൊരു LED ലൈറ്റാണ് ആവശ്യമുള്ളത്. നമുക്ക് ബസറും ഉപയോഗിക്കാവുന്നതാണ്. പിന്നെ നമുക്ക് 2 അയൺ പീസാണ് ആവശ്യമുള്ളത്. അത് നിങ്ങൾക്ക് ഏതായാലും കുഴപ്പമില്ല, കറണ്ട് പാസ് ചെയ്യുന്ന ഏതെങ്കിലും ഒരു ഒബ്ജക്റ്റ് നിങ്ങൾ എടുത്താൽ മതി. ഏറ്റവും നല്ലതായി വരുന്നത് അലുമിനിയം ഫോയിൽ പേപ്പറാണ്. അത് നിങ്ങൾ ഉണ്ടെങ്കിൽ അതെടുത്താൽ മതി. പിന്നെ നമുക്കൊരു കാർഡ്ബോർഡിൻ്റെ പീസാണ് വേണ്ടത്, ഇതൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത്രയും സാധനങ്ങളുണ്ടെങ്കിൽ നമുക്കിത് വളരെ എളുപ്പത്തിൽ തന്നെ നിർമ്മിക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ BC 547 ട്രാൻസിസ്റ്റർ എടുക്കുക. എന്നിട്ട് അതിൻ്റെ ഒന്നാമത്തെ ലെഗിൽ നിന്ന് ഒരു വയർ സോൾഡർ ചെയ്ത് പിടിപ്പിക്കേണ്ടതുണ്ട്. അത് LED നെഗറ്റീവിലേക്കുള്ള വയറാണ്. അതിൻ്റെ ഒന്നാമത്തെ ലെഗ് നെഗറ്റീവ് ആയിരിക്കും, രണ്ടാമത്തെ പോസിറ്റീവ്, മൂന്നാമത്തെ നെഗറ്റീവ് ആയിരിക്കും. അപ്പോൾ ഞാൻ സോൾഡർ ചെയ്ത് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി അതിൻ്റെ അറ്റത്തായിട്ട് LED നെഗറ്റീവ് വയർ സോൾഡർ ചെയ്ത് പിടിപ്പിക്കുക. പിന്നെ അടുത്തായി നമുക്ക് LED പോസിറ്റീവിൽ നിന്നാണ് ഒരു വയർ സോൾഡർ ചെയ്ത് പിടിപ്പിക്കേണ്ടത്. അത് നമുക്ക് ആ അയൺ പീസിലേക്കുള്ള വയറാണത്. നമുക്ക് ബാറ്ററിയുടെ നെഗറ്റീവിലേക്കുള്ള വയറാണ് സോൾഡർ ചെയ്യേണ്ടത്. അത് ട്രാൻസിസ്റ്ററിൻ്റെ മൂന്നാമത്തെ ലെഗിൽ നിന്നാണ് ബാറ്ററിയുടെ നെഗറ്റീവിലേക്കുള്ള ഒരു വയർ സോൾഡർ ചെയ്യേണ്ടത്. പിന്നെ ട്രാൻസിസ്റ്ററിൻ്റെ നടുവിലത്തെ ലെഗിൽ നിന്ന് 2 അയൺ പീസ് ഞാൻ പറഞ്ഞിരുന്നു, അതിൽ രണ്ടാമത്തെ കണക്ഷനാണത്. പിന്നെ ബാറ്ററിയുടെ പോസിറ്റീവാണ് അവസാനമായിട്ട്, അത് LED പോസിറ്റീവിൽ നിന്നാണ് എടുക്കേണ്ടത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളുടെ സർക്യൂട്ട്. അപ്പോൾ ഇതോടുകൂടി ഫുള്ളായിരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോയിൽ കാണാൻ പറ്റും ബ്ലാക്ക് 2 വയർ ബാറ്ററിയിലേക്കുള്ളതാണ്. പിന്നെ റെഡ് 2 വയർ നമുക്ക് ആ അലുമിനിയം ഫോയിൽ പേപ്പർ അല്ലെങ്കിൽ 2 അയൺ പീസിലേക്കുള്ളതാണ്. അത് നിങ്ങൾ ആ ബ്ലാക്ക് 2 വയറുമേ ബാറ്ററി വെച്ചിട്ട് ആ 2 വയർ നിങ്ങൾ വെള്ളത്തിൽ ഇട്ടാൽ തന്നെ നിങ്ങൾക്ക് ആ LED ഗ്ലോ ചെയ്യുന്നത് കാണാൻ പറ്റും. ഇനി അടുത്ത പണി നമ്മൾക്ക് ആ അലുമിനിയം ഫോയിൽ പേപ്പർ അല്ലെങ്കിൽ ആ 2 അയൺ പീസ് നിങ്ങൾ കറക്റ്റായിട്ട് വെക്കേണ്ടതാണ് ഒരു കാർഡ്ബോർഡ് പീസിൽ. അത് വെക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ 2 ഗ്യാപ്പ് വെക്കേണ്ടതുണ്ട്. ഗ്യാപ്പില്ലെങ്കിൽ പിന്നെ നമ്മുടെ സർക്യൂട്ട് വർക്ക് ചെയ്യുകയില്ല. ഓരോ അയൺ പീസ് വെക്കുമ്പോഴും തമ്മിൽ ഗ്യാപ്പ് വെച്ചിട്ട് വേണം വെക്കാൻ. അപ്പോൾ ഞാനത് ഗ്ലൂ ചെയ്ത് ഒട്ടിക്കുകയാണ്. അപ്പോൾ വെള്ളത്തിൻ്റെ തുള്ളികൾ ആ ഗ്യാപ്പിലേക്ക് വെക്കുമ്പോഴാണ് ഈ നമ്മുടെ സിസ്റ്റം സർക്യൂട്ട് ഫുള്ളായിട്ട് ആ ലൈറ്റ് ഗ്ലോ ചെയ്യുന്നത്. അത് ഗ്ലോ ചെയ്തിട്ട് നിങ്ങൾ ഗ്യാപ്പ് ഉള്ള രീതിയിൽ വേണം വെക്കാൻ. അപ്പോൾ ഞാൻ ആ 3 അയൺ പീസും ഗ്യാപ്പുള്ള രീതിയിൽ വെച്ചിട്ടുണ്ട്. പിന്നെ 2 കണക്ഷനാണ് നമുക്ക് എടുക്കേണ്ടത്. ഒന്ന് ഞാൻ സെൻട്രിയത്തെ അയൺ പീസിൽ നിന്ന് എടുത്തിട്ടുണ്ട്, മറ്റേ കണക്ഷൻ മറ്റേ 2 എണ്ണത്തിൽ നിന്നാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനി ഈ കണക്ഷൻ നമ്മുടെ ട്രാൻസിസ്റ്ററിൻ്റെ നടുവിലത്തെ ലെഗിൽ നിന്നും LED പോസിറ്റീവ് ലെഗിൽ നിന്നും വരുന്ന 2 വയറിലേക്കാണ് ഇത് കൊടുക്കേണ്ടത്. ഇത് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും കൊടുക്കാവുന്നതാണ്, പ്രത്യേകിച്ച് നെഗറ്റീവും പോസിറ്റീവും ഒന്നും നോക്കണ്ട. ഇനി അടുത്ത പണി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഉണ്ടാക്കിയ സർക്യൂട്ടൊക്കെ നമുക്കൊരു വീടിൻ്റെ മുകളിലായിട്ട് സെറ്റ് ചെയ്യേണ്ടതുണ്ട്. ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് ഞാനത് സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഞാനത് വീടിൻ്റെ മുകളിലായിട്ട് നല്ല ഭംഗിയായി സെറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് വീഡിയോയിൽ കാണാൻ പറ്റും. ആ 3 അയൺ പീസ് വീടിൻ്റെ മുകളിലായിട്ടാണ് ഞാൻ സെറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ അതിൽ നിന്ന് വരുന്ന റെഡ് വയറും ട്രാൻസിസ്റ്ററൊക്കെ ഞാൻ ഇവിടെ ഈ സൈഡിലായിട്ട് ഗ്ലൂ ചെയ്ത് ഒട്ടിച്ചിട്ടുണ്ട്. പിന്നെ LED ലൈറ്റ് മുകളിലായിട്ടും വെച്ചിട്ടുണ്ട്. പിന്നെ ബാറ്ററിക്കുള്ള കണക്ഷൻ ഞാൻ വേറെ ഒരു കണക്ടർ ഉപയോഗിച്ചിട്ട് പുറത്തേക്ക് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ നിങ്ങൾ ആദ്യം തന്നെ അതിലേക്ക് ബാറ്ററി ഫിറ്റ് ചെയ്യുക.
ആ ബാറ്ററി ഫിറ്റ് ചെയ്തതിന് ശേഷം നിങ്ങളത് ജസ്റ്റ് ഒന്ന് വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഒരു ട്രിക്ക് ഉണ്ട്. നിങ്ങളതിൽ കൈ വെച്ച് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് LED ഗ്ലോ ചെയ്യുന്നതായി കാണാൻ പറ്റും. നിങ്ങൾ കൈ വെച്ചാലും നിങ്ങൾ അതിലൂടെ ചെറിയൊരു തോതിൽ കറണ്ട് പാസ് ചെയ്താൽ മതി, LED ഗ്ലോ ചെയ്യുന്നതായിരിക്കും. ഇനി നമുക്ക് അതിലേക്ക് വെള്ളം ഒഴിച്ച് നോക്കാം. അപ്പോൾ ഞാനൊരു ചെറിയ കുപ്പിയിൽ വെള്ളം എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഞാൻ വെള്ളം ഒഴിക്കുകയാണ്. ആ വെള്ളം തുള്ളി തട്ടുന്നതിൽ തന്നെ നിങ്ങൾക്ക് LED ഭയങ്കര പ്രകാശത്തിൽ തന്നെ LED ഗ്ലോ ചെയ്യുന്നതായി നിങ്ങൾക്ക് കാണാൻ പറ്റും. വളരെ സിമ്പിൾ പ്രൊജക്റ്റാണ്. നമ്മുടെ വീടിൻ്റെ മുറ്റത്തൊക്കെ വെക്കുകയെന്ന് വെച്ചെങ്കിൽ, നമ്മളിപ്പോൾ വീടിൻ്റെ മുറ്റത്ത് എന്തെങ്കിലും ഉണക്കാൻ വെച്ചിട്ടുണ്ടെങ്കിൽ ചെറുതായി മഴ തുള്ളുമ്പോൾ തന്നെ നമുക്ക് വീട്ടിലേക്ക് ബസർ വെക്കുകയെന്ന് വെച്ചെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എൻ്റെ ഇവിടെ വെച്ച് അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടമായില്ലെങ്കിൽ അൺലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെൽ ബട്ടനും കൂടി അമർത്തി കഴിഞ്ഞാൽ ഞാനിടുന്ന പുതിയ വീഡിയോയിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടിട്ട് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിലൂടെ അറിയിച്ചാൽ മതി, ഞാൻ റീപ്ലൈ അയക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം. ഇറ്റ്സ് മീ ആഷിഖ് സൈനിങ് ഔട്ട്.